ഹലോ ഗൈസ്, ഇന്ന് ആമയുടെ അങ്കണവാടിയിലെ പ്രവേശനോത്സവമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ തന്നെ അവിടെ ഈശ്വര പ്രാർത്ഥനയായിരുന്നു. ഈശ്വര പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. പിന്നെ ടീച്ചർ സ്വാഗതം പറഞ്ഞു, എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു. എല്ലാവിധ ആശംസകളും നേരെയാണ്. പുതിയ സ്കൂളിലേക്ക് പോവുകയാണ്. എല്ലാവിധ ആശംസയും നേരുന്നു. ഒരു കഴിച്ച് ചേച്ചി വളരട്ടെ. അതിനുശേഷം പുതിയ ഒരു കുട്ടികളെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരിതായിരുന്നു. അതിന് ആമിയാണ് ടീച്ചർ വിളിച്ചത്, ഒരു കൊച്ചിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. പുതിയ കുട്ടിയാണ്, അംഗനവാടിയിലെ പുതിയ കുട്ടിക്ക് ആമി പൂവൊക്കെ കൊടുത്തു. അതിനുശേഷം അവിടെ വന്നിരുന്നു. അതിനുശേഷം ആമിയുടെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ ഭയങ്കര സംസാരവും ഉടുപ്പിൽ തുടക്കവും, വെറുതെ ഇരിക്കുന്ന പിള്ളേരെ വിളിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. ആമി അവിടെ ഇരുന്ന് പിള്ളേരുമായിട്ട് ഭയങ്കര കഥ പറച്ചിലും എല്ലാം ആയിരുന്നു, കളിയും ഒക്കെ ആയിരുന്നു. അവർ കുറേ നാളിന് ശേഷം കാണുമല്ലേ, വെക്കേഷൻ ആയതിനു ശേഷം ആമി അംഗനവാടിയിൽ പോവാറേ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറേ നാളുകൾക്ക് ശേഷം കൂട്ടുകാരികളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൗൺസിലർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, കൗൺസിലർ ഉദയ തുളസീധരൻ. അപ്പം കൗൺസിലർ പിള്ളേർക്ക് വേണ്ട ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ടീച്ചർ ഈ പോകുന്ന, അതായത് അംഗനവാടിയിൽ നിന്ന് സെൻഡ് ഓഫ് ആയി പോകുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു ക്രയോൺസും അതുപോലെ തന്നെ അവിടുത്തെ സർട്ടിഫിക്കറ്റും ഒരു ബുക്കും ഒക്കെ കൊടുത്തിരുന്നു. അങ്ങനെ പിള്ളേരെല്ലാവരും ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് വന്ന് നിന്നു. അങ്ങനെ പിള്ളേർക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കൊച്ചുങ്ങൾക്ക്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ക്രയോൺസ്, ഒരു ബുക്ക് ഒക്കെ കിട്ടുമല്ലേ, അതുപോലെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഒരു സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ അവർ നിന്നു. അപ്പോൾ എല്ലാ കൊച്ചുങ്ങൾക്കും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പഠിച്ച, അതായത് അടുത്ത സ്കൂളുകളിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും ടീച്ചറിൻ്റെ വകയായിട്ട് ഒരു ബുക്കും ഒരു ക്രയോൺസും ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ സാക്ഷ്യപത്രം, അതായത് സർട്ടിഫിക്കറ്റ് ഈ പിള്ളേർക്ക് എല്ലാ കൊച്ചുങ്ങൾക്കും നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുന്നതാണ് അംഗനവാടിയിൽ. അപ്പോൾ അതും ഉണ്ടായിരുന്നു, അതൊക്കെ പിള്ളേർക്ക് കിട്ടി. അപ്പോൾ എല്ലാ പിള്ളേരും ഭയങ്കര സന്തോഷത്തോടു കൂടി എല്ലാം വാങ്ങിച്ചു. കൗൺസിലറും പിന്നെ വെൽഫെയർ കമ്മിറ്റി അംഗമായിരുന്ന രഘു എന്ന് പറയുന്നൊരു സാറും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും തന്നെ ഇവർക്ക് എല്ലാവർക്കും അത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ പുതിയ കുട്ടികളെയും വരവേൽക്കണമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ടീച്ചർ ബുക്കും ക്രയോൺസും ഒക്കെ കരുതിയിരുന്നു. അവർക്കും ഇതെല്ലാം കൊടുത്തു. പുതിയതായിട്ട് വന്ന കുട്ടികൾക്കും ഇതെല്ലാം കൊടുത്തു. അപ്പോൾ ഈ പഴയ പിള്ളേരൊക്കെ പോയിട്ട് പുതിയ കുട്ടികളാണ് നാളെ ഇല്ല, മറ്റന്നാൾ മുതൽ അംഗനവാടിയിൽ വന്ന് തുടങ്ങുന്നത്. അതിനുശേഷം മധുരം വിതരണം ചെയ്തു, അതായത് ലഡു ആയിരുന്നു. ലഡു എല്ലാവർക്കും കൊടുത്തു ടീച്ചർ. അതിനുശേഷം മുട്ടായി ഉണ്ടായിരുന്നു, മുട്ടായിയും ലഡു ആയിരുന്നു അവിടുന്ന് പിള്ളേർക്കും എല്ലാവർക്കും കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ എല്ലാവരും ഇരുന്നു, അതെല്ലാം വാങ്ങിച്ച് കഴിച്ചു. അതിനുശേഷം പിള്ളേരെല്ലാവരും കൂടി ഇരുന്ന്, ടീച്ചറും വോക്കറും ഹെൽപ്പറും കൂടി ഇരുന്ന് ഒരു ഫോട്ടോഷൂട്ടായിരുന്നു. അങ്ങനെ ആ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം എല്ലാവരും യാത്ര പറഞ്ഞു. ഇതാണ് ആമിക്കും കിട്ടിയ ബുക്കും ക്രയോൺസും സർട്ടിഫിക്കറ്റും ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.